ഹായ് everyone, welcome to channel Swasta Foods. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീറ്റോസ് ബോൾസ് ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഗ്യാസിൽ ഒരു പാൻ വെക്കുക. പാൻ ചൂടാക്കി കഴിയുമ്പോൾ അതിൻ്റെ അകത്തിലോട്ട് 1 കപ്പ് അരിപ്പൊടിയാണ് അതിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് കടലമാവ്, പിന്നെ 1/4 കപ്പ് മൈദ, ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്യുക. ചെറിയൊരു മണം വന്നു കഴിയുമ്പോൾ ഇതങ്ങ് ഓഫ് ചെയ്യാം. ഇനി നല്ലോണം തണുക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ പൊടി നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഗ്യാസ് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇനി ഇതിലൂടെ ഒരു പീസ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. ബട്ടറിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യും. ഞാൻ മാവ് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി കയ്യിൽ ചെറുതായിട്ട് കുറച്ച് എണ്ണ തേക്കുക. ഇനി സ്മോൾ ബോൾസ് എടുത്തിട്ട് റൗണ്ടാക്കി എടുക്കാം. ഞാൻ ചെറിയ ബോൾസ് ആയിട്ട് എടുക്കാം. ഇവിടെ ഇത്രയും ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഗ്യാസിൽ കടായി വെക്കുക. കടായി ചൂടായി കഴിയുമ്പം ചീറ്റോസ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ചീറ്റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ ഇവിടെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അകവും നല്ലോണം കുക്കായിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലോട്ട് എടുക്കാം. ഇനി അടുത്തും അതുപോലെ ഇട്ട് കൊടുക്കുക. പ്ലേറ്റിലോട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ചീറ്റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ്. ഞാനൊരു ബൗൾ എടുക്കുക. അതിലൊരു 1 ടീസ്പൂൺ ചാട്ട് മസാല ഇടുക. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടുക. സോൾട്ടും കൂടി ഇടുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിട്ട് കൊടുക്കാം. താങ്ക് യു.